സാധാരണമായി 4 പേരെയും കൂട്ടി കൈയടിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഒരു പ്രശ്നമില്ല. പിശാചും കൂടെ വന്നിരുന്ന് ജോയിൻ ചെയ്യും, അവനും കൈയടിക്കും, അവനും അന്യഭാഷ പറയും, മുമ്പിൽ വന്നിരുന്ന് അവനും പ്രാർത്ഥിക്കും. സാധാരണമായി പ്രസംഗിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയാം, എവിടെയാണോ ദൈവ സാന്നിധ്യം ചലിക്കുന്നത് അപ്പോൾ പ്രശ്നം തുടങ്ങും. സാധാരണമായി ജീവിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല. കല്ലിനും കഞ്ചാവിനും അടിമയായി കൂട്ടുകാർ വിളിച്ചപ്പോൾ അവിടെയും ഇവിടെയും പോയി അവൻ സാധാരണമായി സകല ലോക പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ വിശുദ്ധിക്ക് വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആരൊക്കെ പറയും, ദോ പോകുന്നു പെന്തക്കോസ്, നീ എന്ത്, നിന്റെ ദൈവം നിനക്ക് എന്തോ തന്നടാന്ന് ചോദിക്കാൻ തുടങ്ങി. സാധാരണമായ സഭയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ സഭയെക്കുറിച്ച് ആരേലും കുറ്റം പറയുന്നുണ്ടോ? ഞാൻ പറയുന്നത് സാധാരണ സഭ അല്ലെന്നാണ്. സാധാരണമായി ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ കൃപയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത പ്രശ്നം വരുവാണെങ്കിൽ ഭാരപ്പെടരുത്, നീ കറക്റ്റ് ദൈവ പൈതലാണ്. ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ, പാപിയായി നടന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇവൻ കൃപയിൽ വന്നപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ നോക്ക്, വലിയ വാഗ്ദത്തം കേൾക്കുന്നവരെ യോസേഫിന് പ്രശ്നമില്ല. പക്ഷെ വാഗ്ദത്തം കേട്ടതുപോലെ സഹോദരങ്ങൾ വെറുക്കാൻ തുടങ്ങി. സ്വന്തം രക്തബന്ധങ്ങൾ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അത് അവനോടുള്ള വിരോധമല്ല. ഒരിക്കൽ സഹോദരങ്ങൾ പറഞ്ഞു, ദേ വരുന്നു സ്വപ്നക്കാരൻ, അവനെ പിടിച്ച് നമുക്ക് കൊന്നുകളയാ. അർത്ഥം അവനോടല്ല അവർക്ക് വിരോധം, അവൻ ചുമക്കുന്ന ദൈവിക ദർശനത്തോടാണ്. ഞാൻ പറയാം, നീ കൃപയിൽ നിൽക്കുന്നത് കൊണ്ടാണ്, നീ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്, നീ കറക്റ്റ് റൂട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്ത കാറ്റ് നിന്റെ നേരെ വരുന്നത്. നീ കറക്റ്റ് റൂട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്ത പ്രശ്നം. പക്ഷേ ഈ പ്രശ്നത്തിൽ നീ ഒരു ദൈവ മഹത്വത്തോടെ പുറത്തു വരും. സാധാരണമായി പാടിയ പ്രശ്നമില്ല. പക്ഷെ അഭിഷേകത്തിൽ ഇതുപോലെ പാടിയ പ്രശ്നമാണ്. അഭിഷേകത്തിൽ പാടിയ പ്രശ്നമാണ്. മറ്റാർക്കും ഇല്ലാത്ത ഫോൺ കോളുകൾ വരും, മറ്റാർക്കും ഇല്ലാത്ത മെസ്സേജ് വരും. ഇന്നലെ വരെ സാധാരണക്കാരനായി ജോലിയും ചെയ്ത് നടന്നപ്പോൾ പ്രശ്നമില്ല. പക്ഷെ ബൈബിളും വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ആരോ ഫേസ്ബുക്കിൽ വരുന്നു, നമുക്ക് അല്പനേരം സംസാരിക്കാം. ആരോ വാട്സാപ്പിൽ വരുന്നു, നമുക്ക് അല്പനേരം സംസാരിക്കാം. ദൈവത്തിൽ നിന്ന് അകറ്റേണ്ട ചില ദലീലമാരും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഞാൻ പറയുന്നു, നിന്റെ വാഗ്ദത്തം ദൈവം തന്ന വിഷനും മറന്നു പോകരുത്. സാധാരണമായി നിൽക്കുന്നവർക്ക് ഈ പ്രശ്നമില്ല, കൃപയിൽ നിന്നാൽ വരും. യോസേഫിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, പൊട്ടക്കിണറിന്റെ ആഴത്തിൽ പൊട്ടി തകർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവം ഇതാ അവനെ എടുത്തുയർത്തുകയാണ്. അവൻ അവിടെ നിന്ന് പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോയിട്ടല്ല, ഇങ്ങോട്ട് പോത്തിഫറിന്റെ ഭാര്യ വരുന്നു. ഇവനൊരു കാര്യം അറിയാം, എന്റെ വസ്ത്രം, എന്റെ അപ്പൻ എനിക്ക് തന്ന വസ്ത്രം എന്റെ സഹോദരന്മാർ കീറി. അടിമ ചന്തയിൽ ഞാൻ വിവസ്ത്രനായി നിൽക്കേണ്ടി വന്നു. ഇതാ പോത്തിഫറിന്റെ വീട്ടിൽ കാര്യസ്ഥന്റെ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ ഒരു പിടി വസ്ത്രത്തിൽ വീണ എനിക്ക് ഈ വസ്ത്രമല്ല വലുത്, എനിക്ക് എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് വലുതെന്ന് കണ്ടവൻ ആ വസ്ത്രം ഊരിയെറിഞ്ഞ് ഓടിയപ്പോൾ സ്വർഗത്തിലെ ടൈലറിംഗ് ഷോപ്പിൽ രാജകീയ വസ്ത്രം തുന്നിക്കുന്ന ദൂതന്മാർ. ഞാൻ പറയുന്നു, കൃപയിൽ നിൽക്കാൻ പറ്റുമോ? കൃപയിൽ നിൽക്കാൻ പറ്റുമോ? നിന്റെ കണ്ണിനെ ക്രൂശിക്കാൻ പറ്റുമോ? നിന്റെ കൈകളെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ. കൊലോസ്യ ലേഖനം പറയുന്നു, പിശാചിന് ആയുധമില്ല, അവൻ സകല ആയുധത്തെയും ആയുധവർഗം വെപ്പിച്ചു. അവനെ പരസ്യ കാശിയാക്കി മാറ്റി. ആയുധമില്ലാത്തവന് ഇന്ന് ആയുധം കൊടുക്കുന്നത് നമ്മളാണ്. എൻ്റെ കണ്ണിനെ പിശാചിന് കൊടുത്താൽ എൻ്റെ കണ്ണ് പിശാച് ഉപയോഗിക്കും. എൻ്റെ നാവിനെ പിശാചിന് കൊടുത്താൽ എൻ്റെ നാവിനെയും കാതിനെയും കായേയും കാലിനെയൊക്കെ പിശാച് ഉപയോഗിക്കും. പക്ഷെ എൻ്റെ ഇന്ദ്രിയങ്ങളെ ദൈവത്തിന് കൊടുത്താൽ അത് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി ദൈവം ഉപയോഗിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തിന് എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊടുക്ക, ദൈവത്തിന് എന്നെ എറിഞ്ഞു കൊടുക്ക, നിന്നെ ദൈവത്തിന് കൊടുക്ക, ദൈവം നിന്നെ പണിയട്ടെ. കൃപയിൽ നിന്ന പ്രശ്നം വരും. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അവസാനത്തെ നാഴികയിൽ ചെന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ പറയുവാണ്, ഞാനൊരു പോർക്കളത്തിലായിരുന്നെന്ന്. എൻ്റെ റൂട്ട് മാറ്റി ദൈവം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്കറിയില്ല. ചില അൺലോക്കിംഗ് സംഭവിക്കണമെങ്കിൽ ഞാൻ വിടേണ്ടത് ഞാൻ വിടണം. ചിലതൊക്കെ പിടിച്ചു വെച്ചിരുന്നാൽ എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ചിലയിടത്ത് അൺലോക്ക് ആകാത്തതിൻ്റെ കാരണക്കാരൻ ഞാനാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഒരു ചാട്ടലി പോലെ ഏതോ നെഞ്ചത്ത് തറയ്ക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഏതൊക്കെയോ അത്ഭുതത്തിന് തടസ്സം നീ തന്നെയാണ് കാരണം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ ഇന്ന് വരെ തുറക്കാത്തതും ഇന്ന് വരെ കാണാത്തതുമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഈ മനുഷ്യനെ പിടിച്ചിടുകയാണ്. നോക്ക്, അത് വേറെ ഒരു കുറ്റം ചെയ്തത് കൊണ്ടല്ല. പട്ടണത്തിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി, അവൻ രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യനായിരുന്ന പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങിയപ്പോൾ പിശാചിനൊരു കാര്യം മനസ്സിലായി. യവനെ വെച്ചിരുന്നാൽ ഞാൻ കൂട്ടിവെച്ച കളപ്പുരകളെ യവൻ കൊള്ളയടിക്കുക. ഞാൻ കഞ്ചാവും മയക്കുമരുന്നും മൊബൈലും കൊടുത്ത് അവൻ എൻ്റെ പരിധിക്കകത്തിട്ട് വട്ടം കറക്കിയ ചിലതിനെ ഈ മനുഷ്യൻ പൊട്ടിച്ചു പുറത്തെടുത്ത് അവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാക്കി മാറ്റുന്നത് കണ്ടിട്ട് പിശാചിന് സഹിച്ചില്ല. അതുകൊണ്ടൊരു ഹെരോദാവ് എഴുന്നേറ്റ് വന്നു. നിങ്ങളോട് അസൂയ തോന്നിയിട്ടാണ്, നിങ്ങൾ വഹിക്കുന്ന ദൈവകൃപയെ കണ്ടിട്ടാണ് ചിലത് എഴുന്നേറ്റ് വന്നത്. നിങ്ങൾ കൃപയിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് ചിലത് എഴുന്നേറ്റ് വന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നിൽക്ക്, കൃപയിൽ നിൽക്ക്. നിനക്കൊരു വലിയ കൊയ്ത്ത് നേടാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ നിന്നാൽ നിനക്ക് വേണ്ടിയാണ് ദൂതൻ ഇറങ്ങുന്നത്. എല്ലാവർക്കും വേണ്ടിയല്ല. ഞാൻ പറയുന്നു, കൃപയിൽ നിന്ന് പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങിയപ്പോൾ അവൻ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ദൂതനെ അയക്കാൻ ദൈവത്തിന് മടിയില്ലായിരുന്നു. ആമേൻ. പ്രശ്നം വന്നതിൻ്റെ കാരണം അവൻ കൃപയിൽ നിന്നത് കൊണ്ട്. അസാധാരണ ഒരു മനുഷ്യനായി സാധാരണമായി ജീവിച്ചാൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വായിക്കുന്നത്, അവൻ കൃപയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ പെരുകാൻ തുടങ്ങി. കൃപയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ പെരുകാൻ തുടങ്ങി. ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. അന്ന് വരെ ഇല്ലാത്ത ഇൻവിറ്റേഷൻ വരാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവത്തിന് പ്രവർത്തിക്കാൻ ചിലതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. അവൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. അവൻ തുറക്കേണ്ട ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞായതിന്റെ കാരണം കോരി വെക്കടാന്ന് പറഞ്ഞപ്പോ പച്ചവെള്ളം കോരാൻ വിശ്വാസത്തോടെ ചിലത് ഇറങ്ങിയതാണ്. അവൻ ലാസർ ഉയർത്തതിന്റെ കാരണം കല്ലെടുത്ത് മാറ്റടാന്ന് പറഞ്ഞപ്പോ നാറ്റം വെച്ചവന്റെ കല്ലുരുട്ട ചിലത് ഇറങ്ങിയതാണ്. ഞാൻ പറയുന്നു, വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും.